പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷമാണ് അമ്മയുടെ കൂടെ ആയിരിക്കാന്ന് പറഞ്ഞു. കാരണം ദൈവകൃപ നിറഞ്ഞ അമ്മയുടെ കൂടെ ഇരിക്കുക, ആയിരിക്കുക, ആ സാന്നിധ്യം അനുഭവിക്കാന്ന് പറഞ്ഞാൽ അതിൽ പരം നമുക്ക് വേറെ ഒരു ഭാഗ്യമില്ല. അമ്മയോടൊപ്പം ഈശോയുടെ കൂടെ ഒക്കെ ഇരിക്കാന്ന് പറഞ്ഞ ആ വലിയ ഭാഗ്യമാണ് ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ സാന്നിധ്യമായിട്ട് എന്നും നിൽക്കട്ടെ. അതുകൊണ്ട് തന്നെ അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിന്റെ ശക്തി നമുക്ക് വലിയ ധൈര്യവും ശക്തിയും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മള് മക്കൾക്കായിട്ട് മാതൃസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഭയത്തിൽ പെട്ടുപോയ മക്കൾ. ഭയം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മാതാവിന്റെ വലിയൊരു ശക്തി നമ്മൾ അറിയുന്നത്, മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവിനോട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 28-ാം വചനത്തിന്റെ 2-ാമത്തെ ഭാഗത്തിൽ പറയാണ്, കർത്താവ് നിന്നോട് കൂടെ, കർത്താവ് നിന്നോട് കൂടെ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനുഷ്യന്റെ വലിയ ശക്തി എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് ദൈവം കൂടെയുള്ളവന്റെ ശക്തി. ഇത് മാലാഖ സ്വർഗം ഈ മാതാവിന്റെ അടുത്തു നിന്ന് പറയാ, കർത്താവ് നിന്നോട് കൂടെ. സ്വർഗം സാക്ഷ്യപ്പെടുത്തുക, ഭയങ്കര ഭാഗ്യപ്പെട്ട അമ്മയാ കർത്താവ് കൂടെ വസിക്കുന്നവർ. നമ്മളറിയാം, ഇസ്രായേൽ ജനത്തിന്റെ കൂടെ കർത്താവ് മോശയുടെ കൂടെ, ജോഷുവയുടെ കൂടെ, ജെറമ്യായുടെ കൂടെ, ശിഷ്യന്മാരുടെ കൂടെ, ലോകാവസാനം വരെ നമ്മുടെ കൂടെ കർത്താവ്. ഇത് ഭയങ്കരമായ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ മാതാവിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ, മാതാവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുമ്പോ, ഈ ഒരു വചനം നമ്മൾ ശരിക്കും ഹൃദയസ്ഥമാക്കണം. എന്താണ് മാതാവ്? കർത്താവ് കൂടെയുള്ളവൾ. സ്വർഗം സാക്ഷ്യപ്പെടുത്തി കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, മാതാവ് മാത്രമല്ലല്ലോ മക്കളെ, കൂടെയുള്ള കർത്താവും മാതാവും രണ്ടു പേരും, അല്ലെങ്കിൽ ദൈവത്തിന്റെ സജീവമായ സാന്നിധ്യം നിറയപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കുന്ന വലിയ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ശരിക്കും അനുഭവിച്ച് പ്രാർത്ഥിച്ചോ? ഇവിടെവരെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, അതാണ് ദാവീദ് പറഞ്ഞ്, ഞാൻ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കേണ്ടി വന്നാലും ഭയപ്പെടില്ല, കാരണം കർത്താവിന്റെ കൂടെയുണ്ട്. ആ കർത്താവ് കൂടെയുള്ള അമ്മ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അതുപോലെ മാതാവിനെ ചേർത്ത് പിടിക്കും. ഞാൻ ഈ മക്കളോടൊക്കെ പറയും, പഠിക്കാൻ ദൂരത്തും വിദേശത്തൊക്കെ ആയിരിക്കുന്ന മക്കള് അച്ഛനെ കോണ്ടാക്ട് ചെയ്തൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, മക്കളെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, മാതാവിനെ കൂടെ നിർത്തണം. യാത്രയില്, പഠനത്തില്, ഒറ്റയ്ക്കായിരിക്കുമ്പോ നമ്മുടെ കൂടെ കർത്താവ് വേണം. കർത്താവ് കൂടെയുള്ള സാന്നിധ്യമായ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വേണം. പിന്നെ വേറൊന്ന്, അമ്മേനെ വിളിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ഈ അമ്മ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ പഠനത്തില്, നമ്മുടെ സ്വഭാവത്തില് നമ്മുടെ കൂടെ എപ്പോഴും വരും. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകമാവിധം ധ്യാനിക്കേണ്ടത്, കർത്താവ് കൂടെയുള്ളവൾ എൻ്റെ അമ്മ. ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ വരുന്നവൾ എൻ്റെ അമ്മ. ഈ അമ്മ ബന്ധത്തിൽ നമ്മൾ ജീവിക്കണം. അമ്മ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മ സാന്നിധ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മെ തൊടാനോ തടസ്സപ്പെടുത്താനോ ഒരു ശക്തിയും കടന്നു വരില്ല, വരാൻ പറ്റത്തില്ല. ഇനി അതോടൊപ്പം തന്നെ
നമ്മൾ അമ്മയിൽ നിന്ന് പഠിക്കേണ്ട ഒരു മാതൃക എന്നറിയോ? മാതാവിനെ കുറിച്ച് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, മേരി ഇസ് ദ മോഡൽ ആൻഡ് എക്സാമ്പിൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യ ജീവിതത്തിന്റെ മാതൃകയും വഴികാട്ടിയുമാണ്. മാതാവിന് കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അത് സ്വർഗം സാക്ഷ്യപ്പെടുത്തി. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് സ്വർഗം നമ്മുടെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തും. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടോ? മാതാവിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടാവണം. അതിനാണ് മക്കളെ കൂദാശകൾ, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, ദിവ്യകാരുടെ സാന്നിധ്യം, കർത്താവിനെ വിളിച്ച് കൂടെ നിർത്താൻ സാധിക്കുന്ന, ഞാൻ പലവട്ടം പറഞ്ഞില്ലേ, കർത്താവിനെ കൂടെ നിർത്താൻ സാധിക്കുന്ന ഒറ്റ ജനമുള്ളൂ, ദൈവം കൂടെയുള്ള ഒറ്റ ജനമുള്ളൂ. അത് ക്രിസ്ത്യാനിയ, നമ്മളാ. ഈ അമ്മയെ പോലെ തന്നെ കർത്താവിനെ കൂടെ നിർത്താൻ ഭാഗ്യം ചെയ്ത മക്കള്. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ മാതൃകയില്, അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തില് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവ് നമ്മുടെ കൂടെ വേണം, നമ്മുടെ മക്കളുടെ കൂടെ വേണം എന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാം. മാതാവേ, കർത്താവ് കൂടെയുള്ളവളാണല്ലോ അമ്മ. അമ്മയെ പോലെ ഞങ്ങളുടെ മക്കളുടെ കൂടെ കർത്താവ് ഉണ്ടാകാൻ അമ്മ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കട്ടെ. നമ്മുടെ മക്കളുടെ കൂടെ കർത്താവ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ വന്നാൽ ഒരു തിന്മയ്ക്കും, ഒരു നാരകീയ ശക്തിക്കും, ഒരു ആഭിചാര്യത്തിനോ, ഒരു വശീകരണത്തിനോ, ഒരു യന്ത്രങ്ങൾക്കോ, ഒരു ക്ഷുദ്രത്തിനോ, ഒരു പൈശാചികമായ പ്രലോഭനത്തിനോ നമ്മുടെ മക്കളെ സമീപിക്കാൻ പറ്റില്ല. കർത്താവ് കൂടെയുള്ളവനെ എങ്ങനെ തോൽപ്പിക്കും? കർത്താവ് കൂടെയുള്ളപ്പോ ആര് തോൽപ്പിക്കും? നമ്മെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു ശക്തി സ്വന്തമാക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യ സന്നിധിയില് നിയോഗം എന്താണ്? ഭയത്തിന് അടിമപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഭയമില്ലാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, കർത്താവ് കൂടെ വേണം. കർത്താവിന് കൂടെ നിർത്താൻ വേണ്ടി നമുക്ക് മാതാവിന്റെ മധ്യസ്ഥത്തില് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ മക്കളോടും പറയണം, മക്കളെ കർത്താവ് കൂടെ വേണം, മക്കളെ കർത്താവ് കൂടെ വേണം, മക്കളെ. എന്റെ മക്കളോട് പറയാൻ പറ്റുന്ന അവസ്ഥയിൽ പറഞ്ഞു കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ മാതാപിതാക്കൾ മാതൃസന്നദ്ധയിൽ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് കൂടെയുള്ള മക്കളാകട്ടെ നമ്മുടെ മക്കൾ. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ സന്നിധിയില് അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. സാന്നിധ്യത്തിൽ യുദ്ധം, കർത്താവ് പറഞ്ഞ ജോഷുവയോട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറഞ്ഞത് കൂടെ നിന്നുകൊണ്ടാ. ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ഇന്നലെയും ഇന്നും എന്നും ഒരേ ദൈവം തന്നെയാണ്, മാറ്റമില്ല. ഇന്നും നമുക്ക് വേണ്ടി ആ ദൈവം പോരാടട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി കൂടെ നിന്ന് കർത്താവ് പോരാടട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ വസിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യമായി തീർന്ന തമ്പുരാനെ, ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് അമ്മയോടൊപ്പം അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവ് നിന്നോട് കൂടെ എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തിയ പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യത്തില് ഈ ഒക്ടോബർ മാസത്തില് അമ്മയെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തില്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളില് അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിക്കപ്പെടാൻ വേണ്ടി, അങ്ങ് കൂടെയുള്ള ജീവിതങ്ങളായിട്ട് ഞങ്ങളുടെ മക്കൾ മാറാൻ വേണ്ടി വലിയ ദാഹത്തോടെ, വലിയ സ്നേഹത്തോടെ, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കൂട്ടായ്മയും ഒരുമിച്ച് അങ്ങേ തിരുസാന്നിധ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. മഹത്വം കർത്താവേ, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ദിവ്യകാരുണ്യ ഈശോയെ, ഏറ്റവും പ്രത്യേകമായ വിധത്തില് ഞങ്ങളുടെ എല്ലാ മക്കളെയും അമ്മയുടെ മാതൃ സംരക്ഷണത്തില് പരമേൽപ്പിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ചും ഇന്ന് ഞങ്ങള്
ഭയത്തിനടിമപ്പെട്ട്, ഉത്കണ്ഠപ്പെട്ട്, നിരാശപ്പെട്ട്, ഒന്നിനെയും അഭിമുഖീകരിക്കാൻ പറ്റാതെ വേദനിക്കുന്ന, ഒത്തിരി ഭയപ്പെട്ടിരിക്കുന്ന ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാതാവിന്റെ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോ, പ്രതിസന്ധി ഉണ്ടായപ്പോ, പ്രതികൂലമുണ്ടായപ്പോ, പലായനമുണ്ടായപ്പോ, കുരിശുചുവട്ടിൽ നിന്നപ്പോ, ഓരോ സമയത്തും അമ്മ ധീരതയോടെ നിന്നു. കാരണം മറ്റൊന്നുമില്ല, ഞങ്ങൾക്കറിയാം കർത്താവ് മാതാവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ സംരക്ഷണം, അങ്ങയുടെ വലിയ സാന്നിധ്യ ശക്തി നിറയപ്പെട്ടത് കൊണ്ട്, കർത്താവ് കൂടെ ഉണ്ടായത് കൊണ്ട് അമ്മ ഭയപ്പെട്ടില്ല. ഞങ്ങളുടെ ഭയത്തിന്റെ മേഖലകളില്, ഞങ്ങളുടെ മക്കളുടെ ഭയത്തിന്റെ മേഖലകളില്, പഠന മേഖലയില്, ജോലി മേഖലകളില്, മുന്നോട്ട് പോകാൻ, ഇന്റർവ്യൂകളില്, വിവാഹം ചെയ്യാൻ, അങ്ങനെ പല പല മേഖലകളിലും ഭയപ്പെട്ട് കഴിയുന്ന അനേക മക്കളുണ്ട്. ഈശോയെ, ആ ഭയത്തിന്റെ മേഖലയിൽ അങ്ങ് കൂടെ ഉണ്ടാകണമേ, അങ്ങ് കൂടെ ഉണ്ടാകണമേ. ഈശോയെ, അതിനുവേണ്ടി വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം, അങ്ങ് കൂടെയുള്ള വാസം ഞങ്ങളുടെ മക്കൾക്ക് അനുഭവ വേദ്യമാക്കിക്കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവെ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ അങ്ങേ മക്കൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ അങ്ങേ മക്കൾ കണ്ടിടട്ടെ. ഈശോയെ, ദാവീദിനെ പോലെ ഞങ്ങളുടെ മക്കളും അങ്ങയുടെ സാന്നിധ്യം കണ്ടിടട്ടെ. കർത്താവേ, ദാവീദ് പറഞ്ഞില്ലേ, സഹനം വന്നപ്പോ, പ്രതിസന്ധി വന്നപ്പോ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയെ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, കാരണം കർത്താവിന്റെ കൂടെയുണ്ട്. ദാവീദ് അത് കണ്ടനുഭവിച്ചു പോലെ കർത്താവേ, ഞങ്ങളുടെ മക്കളും അങ്ങയുടെ സാന്നിധ്യം കണ്ട് അനുഭവിച്ച് ധൈര്യത്തോടെ, ഭയങ്കരമായ കരുത്തോടെ, ഭയപ്പെടാതെ ജീവിക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനും കൃപ നൽകി ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. മാതാവിൽ നിറഞ്ഞ ഈ വലിയ കൃപ, ഈ വലിയ സാന്നിധ്യ ശക്തി ഞങ്ങളുടെ മക്കൾ അനുഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങളും അനുഭവിക്കട്ടെ. കർത്താവ് നിന്നോട് കൂടെ, കർത്താവ് നിന്നോട് കൂടെ. ആ വലിയ ശക്തിയില്, ആ സാന്നിധ്യത്തില് ഞങ്ങളുടെ ഭയം, ഞങ്ങളുടെ ഉത്കണ്ഠ, ഞങ്ങളുടെ നിരാശ, ഞങ്ങളുടെ മക്കളുടെ ഭയം, ഞങ്ങളുടെ മക്കളുടെ ഉത്കണ്ഠ, ഞങ്ങളുടെ മക്കളുടെ നിരാശ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത്തില് നമുക്ക് ഇന്ന് ഈ ഒരു നിയോഗത്തിന് വേണ്ടി വലിയ പ്രാർത്ഥനയോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മള് എല്ലാ ദിവസവും ആരാധനയില് ഒരു 10 ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം ചൊല്ലി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. പിന്നീട് സാധിക്കുന്നിടത്തോളം ജപമാലകൾ എത്രമാത്രം ചെല്ലാമോ ജപമാല ചൊല്ലുക. ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന തന്നെ എത്ര വട്ടം ചൊല്ലാമോ ഈ ഒരു നിയോഗത്തിന് വേണ്ടി കർത്താവ് കൂടെ വേണം. അതിൽ നിന്ന് ഭയം, ഉത്കണ്ഠ, നിരാശ വിട്ടുമാറി പോകണം. നമ്മുടെ മക്കൾ അതിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അമ്മയോട് കൂടെ അങ്ങ് എപ്പോഴും ഉണ്ടായിരുന്നതുപോലെ ഞങ്ങളുടെ മക്കളുടെ കൂടെ അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ വീണ്ടും അങ്ങയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കൾ ഭയപ്പെടില്ല, ഒരു പാപത്തിലും വീഴില്ല, ഒരു തിന്മയ്ക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഈശോയെ, മാതാവിൻ്റെ കൂടെ അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിച്ചതുപോലെ ഞങ്ങളുടെ മക്കളുടെ കൂടെ അങ്ങയുടെ സാന്നിധ്യം ഉറയ്ക്കപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ കൂടെ ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാരുണ്യ സന്നിധിയിൽ അമ്മയോട് ചേർന്ന് സമർപ്പിച്ച് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി അതിനായി ഈശോയെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.